ആരോഗ്യം അമൂല്യം. CPR അഥവാ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. എങ്ങനെയാണ് CPR നൽകേണ്ടത്? ഏതെല്ലാം ഘട്ടത്തിലാണ് നൽകേണ്ടത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് മോഹനൻ. ഒരാൾ കുഴഞ്ഞു വീഴുന്നു കഴിഞ്ഞാൽ അയാളുടെ കൗണ്ട് ഡൗൺ തുടങ്ങും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അവർക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ നിന്ന് പോകും. ആ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയാൽ ഒരു 1 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല. പിന്നെ ബ്രെയിൻ ഇഞ്ചറി സ്റ്റാർട്ട് ചെയ്യും. ആ ബ്രെയിൻ ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് CPR എന്നൊരു പ്രക്രിയ ഉള്ളത്. നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് തന്നെ പറയുക. സയൻറ്റിഫിക്കലി നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി ചെയ്യേണ്ടത്, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിനാണ് ആ BLS എന്ന് പറയുക. അപ്പോൾ എങ്ങനെ CPR കൊടുക്കണം, എങ്ങനെ എയർവേ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ BLS പിള്ളേർക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അവരൊരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് മനസ്സിലാവും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പലപ്പോഴും ആൾക്കാർ ഓടിപ്പോവുക ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ ആംബുലൻസ് തപ്പി നടക്കും. ഈ ആംബുലൻസ് തപ്പി നടക്കുമ്പോൾ വിലപ്പെട്ട സമയമാണ് പോകുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ചുറ്റും ആരാളുള്ള വെച്ചിട്ട് കോൾ ഫോർ ഹെൽപ്പ്, ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടുക. ഓടിപ്പോയി വിളിച്ചു കൂട്ടില്ലല്ല, അവിടെ നിന്ന് കോൾ ഫോർ ഹെൽപ്പ്. സെക്കൻഡ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി പൾസ് നോക്കുക. പേഷ്യൻ്റെ കഴുത്ത് തൊട്ട് കഴിഞ്ഞാൽ പൾസ് മനസ്സിലാവും. പൾസ് നോക്കാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ ഒരു അപസ്മാരമായിരിക്കാം. അപ്പോൾ അപസ്മാരമുള്ള പേഷ്യൻറ്റിനെ പോയി നമ്മൾ CPR കൊടുക്കാൻ പാടില്ല. പൾസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് ആയിന്ന് ഷുവറായി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിന് നേരെ കിടത്തിയിട്ട് ഹൈ ക്വാളിറ്റി ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കണം. ആ ഹൈ ക്വാളിറ്റി ചെസ്റ്റ് കംപ്രഷൻസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള ട്രെയിനിങ്ങിനാണ് BLS എന്ന് പറയുക. അപ്പോൾ ഈ BLS ട്രെയിനിങ് എൻ്റെ അഭിപ്രായത്തിലും ഇപ്പോഴത്തെ നമ്മുടെ കാർഡിയോളജി സൊസൈറ്റീൻ്റെ അഭിപ്രായത്തിലും ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ ഹയർ ഗ്രേഡ് സ്റ്റുഡൻസ്. അപ്പോൾ എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോളേജ് സ്റ്റുഡൻസ്. കാരണം അവരേത് ഘട്ടത്തിലാണ് അവരൊരാളെ ജീവൻ രക്ഷിക്കുക എന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഫൈൻ അടിക്കുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ആക്സിഡൻ്റ് ആയാൽ ആൾ മരിക്കും. പക്ഷേ ഈ BLS അതുപോലത്തെ ഒരു സംഭവമാണ്. ഗവൺമെൻറ് ഷുഡ് പുഷ് BLS പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഏതൊരാൾക്കും, അതൊരു ഡോക്ടറോ നഴ്സോ ചെയ്യേണ്ട കാര്യമല്ല. CPR എന്നുള്ളത് ഏതൊരു ഹ്യൂമൻ ബീങ്ങിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് എങ്ങനെ ചെയ്യണം, ക്വാളിറ്റി CPR കൊടുക്കണം, പേഷ്യൻ്റ് അപകടം വരുത്താത്ത രീതിയിലും കൊടുക്കണം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് BLS. ഈ കുട്ടികളിലേക്ക് വരുമ്പോൾ അത് CPRന് വ്യത്യാസമുണ്ടോ സാർ? ഉണ്ട്. കുട്ടികൾക്ക് വരുമ്പോൾ CPRൻ്റെ രീതികൾ വ്യത്യാസം. നമ്മൾ അഡൾട്ട്സിന് കൊടുക്കുന്ന ഫോഴ്സ് കൊടുക്കാൻ പാടില്ല, ആൻഡ് അത് വേറെ രീതിയിലാണ് കൊടുക്കുക. എസ്പെഷ്യലി ചിൽഡ്രൻ ആൻഡ് എസ്പെഷ്യലി ബേബീസിന് കൊടുക്കുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് കൊടുക്കുക. അതാണ് ഈ BLS ട്രെയിനിങ്ങിൽ അതൊക്കെ പഠിപ്പിക്കും. കുട്ടികൾ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം, അഡൾട്ട്സ് കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. CPR അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചിലർക്ക് CPR കൊടുക്കാൻ അറിയില്ലായിരിക്കും, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട്? CPR ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം ചെയ്യേണ്ടത്. അതായത് ഹൈ ക്വാളിറ്റി കംപ്രഷൻസ്, ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക, രക്തോട്ടം ബ്രെയിനിലേക്ക് നിലനിർത്താൻ വേണ്ടി. പക്ഷേ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡീഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് കാർഡിയക് അറസ്റ്റ് ഹാർട്ടിൻ്റെ താളം തെറ്റിപ്പോവുക എന്നുള്ളതാണ്. അത് ഹാർട്ട് അറ്റാക്ക് ആയാലും അത് തന്നെയാണ് സംഭവിക്കുക. ഹാർട്ട് അറ്റാക്ക് വന്നു, ഹാർട്ട് ഫെയിലിയർ വരുന്നു, ഹാർട്ടിൻ്റെ താളം തെറ്റിപ്പോകുന്നു, കുഴഞ്ഞു പോകുന്നു. പല വെസ്റ്റേൺ കൺട്രീസിനും എല്ലാ പബ്ലിക് പ്ലേസിനും ഈ AED എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. വളരെ സിമ്പിൾ അത് യൂസ് ചെയ്യാൻ. അത് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടിലൊക്കെ പോയി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ ആ സാധനം എടുത്ത് പേഷ്യൻ്റെ സൈഡിൽ വെച്ച് പാച്ച് ചെസ്റ്റിൽ ഒട്ടിച്ചിട്ട് ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ ആ മെഷീൻ ഡിറ്റക്റ്റ് ചെയ്യും നമ്മുടെ ഈ ഹാർട്ടിൻ്റെ താളം തെറ്റിയത്. മെഷീൻ ഷോക്ക് ചെയ്യും. അപ്പോൾ ആ ഷോക്കിങ്ങിൻ്റെ പേരാണ് ഈ ഡീഫിബ്രിലേഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാലും ആദ്യം ചെയ്യുക ഷോക്കിങ്ങാണ്, കാഷ്വാലിറ്റി. ആ ചെയ്യുന്ന പ്രക്രിയ പബ്ലിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ക്യാൻ റിവൈവ് ലൈഫ്സ്. അത് ഇമ്മീഡിയറ്റ്ലി പേഷ്യൻ്റ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അത് ഏതൊരാൾക്കും ചെയ്യാം, ഏതൊരാൾക്കും ചെയ്യാം. അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് AEDൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പേഷ്യൻ്റെ പാച്ച് ചെസ്റ്റിൻ്റെ ഇന്ന ഭാഗത്ത് ഒട്ടിച്ചിട്ട് ഒരു ബട്ടൺ നിൽക്കാൻ പറഞ്ഞാൽ മതി. ആ മെഷീൻ തന്നെ ഹാർട്ടിൻ്റെ താളം ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഷോക്ക് ചെയ്യും. CPR അഥവാ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സന്ദീപ് മോഹനൻ.